വീട്ടിൽ ഐശ്വര്യവും പോസിറ്റീവ് ഊർജ്ജവും നിറയ്ക്കാൻ ജ്യോതിഷപരമായും വാസ്തുപരമായും ചെയ്യാവുന്ന ചില പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. പ്രഭാതക്രമങ്ങൾ. മോർണിംഗ് റിച്വൽസ്. നിലവിളക്ക് കൊളുത്തുക. പുലർച്ചെ സൂര്യോദയത്തിനു മുൻപും സന്ധ്യാസമയത്തും ശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റും. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയിട്ട് കൊളുത്തുന്നത് ഉത്തമമാണ്. മുറ്റം തളിക്കൽ. അതിരാവിലെ വീടും മുറ്റവും വൃത്തിയാക്കി വെള്ളം തളിക്കുന്നത് ഐശ്വര്യദേവതയെ സ്വീകരിക്കാനുള്ള ഒരുക്കമായി കണക്കാക്കപ്പെടുന്നു. പ്രധാന വാതിൽ. വീടിന്റെ പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയുള്ളതായും തടസ്സങ്ങളില്ലാതെയും സൂക്ഷിക്കുക. വാതിലിന് നേരെ കണ്ണാടി വയ്ക്കുന്നത് ഒഴിവാക്കണം. 2. ശുചിത്വവും ക്രമീകരണവും. ഡീക്ലട്ടറിംഗ്. ഉപയോഗിക്കാത്ത സാധനങ്ങൾ, പൊട്ടിയ കണ്ണാടികൾ, നിലച്ച ഘടികാരങ്ങൾ, കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ വീട്ടിൽ സൂക്ഷിക്കുന്നത് ദൗർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇവ ഉടൻ നീക്കം ചെയ്യുക. അടുക്കളയുടെ ശുദ്ധി. രാത്രിയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ വയ്ക്കരുത്. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. അടുക്കള എപ്പോഴും വെളിച്ചമുള്ളതും വായുസഞ്ചാരമുള്ളതുമായിരിക്കണം. മൂലകൾ വൃത്തിയാക്കുക. വീടിന്റെ വടക്കുപടിഞ്ഞാറേ മൂല, ഈശാനകോൺ, എപ്പോഴും വൃത്തിയായും ഭാരം കുറഞ്ഞതായും സൂക്ഷിക്കുക. ഇവിടെ പൂജാമുറി ഒരുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. 3. പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ. ഉപ്പുവെള്ളം കൊണ്ട് തറ തുടയ്ക്കുക. ആഴ്ചയിലൊരിക്കൽ, പ്രത്യേകിച്ച് ചൊവ്വയോ വെള്ളിയോ, അല്പം കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ വീട് തുടയ്ക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം കളയാൻ സഹായിക്കും. തുളസിത്തറ. വീടിന്റെ മുൻപിൽ തുളസി വളർത്തുന്നതും വൈകുന്നേരം തുളസിത്തറയിൽ ദീപം വയ്ക്കുന്നതും കുടുംബത്തിന് സംരക്ഷണം നൽകുന്നു. സുഗന്ധം. ചന്ദനത്തിരിയോ കുന്തിരിക്കമോ പുകയ്ക്കുന്നത് അന്തരീക്ഷം ശുദ്ധീകരിക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കും. 4. വഴിപാടുകളും മന്ത്രങ്ങളും. ഗണപതി ഹോമം, ഭഗവതി സേവ. വർഷത്തിലൊരിക്കലെങ്കിലും വീട്ടിൽ ഗണപതി ഹോമമോ ശുദ്ധികർമ്മങ്ങളോ നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മന്ത്രജപം. വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ കേൾപ്പിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കും. 5. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുക. ജ്യോതിഷപ്രകാരം ഗ്രഹദോഷങ്ങൾ മാറാൻ പക്ഷികൾക്കും ഉറുമ്പുകൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമായി കരുതപ്പെടുന്നു. വീടിന്റെ വടക്ക് ഭാഗത്ത് പക്ഷികൾക്ക് കുടിക്കാൻ പാത്രത്തിൽ വെള്ളം വയ്ക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, അതിനു പിന്നിൽ ജ്യോതിഷപരവും ശാസ്ത്രീയവുമായ ചില കാരണങ്ങളുണ്ട്. 1. നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്യുന്നു. ജ്യോതിഷപരമായും വാസ്തുപരമായുമുള്ള ഏറ്റവും വലിയ ഗുണം ഇതാണ്. ഉപ്പിന്, പ്രത്യേകിച്ച് കല്ലുപ്പിന് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വീട്ടിലെ കലഹങ്ങൾ, അനാവശ്യമായ ഭയങ്ങൾ, മടി എന്നിവ അകറ്റാൻ ഇത് സഹായിക്കും. 2. ദൃഷ്ടിദോഷ പരിഹാരം. വീട്ടിൽ അതിഥികൾ വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർ വരുമ്പോഴോ ഉണ്ടാകാൻ സാധ്യതയുള്ള ദൃഷ്ടിദോഷം ഈവിൽ ഐ മാറാൻ ഉപ്പുവെള്ളം കൊണ്ട് തറ തുടയ്ക്കുന്നത് ഉത്തമമാണ്. ഇത് വീടിന്റെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു. 3. ശാസ്ത്രീയ വശം. ഡിസിൻഫെക്റ്റന്റ്. ഉപ്പ് ഒരു സ്വാഭാവിക അണുനാശിനിയാണ്. തറയിലെ ബാക്ടീരിയകളെയും ചെറിയ പ്രാണികളെയും നശിപ്പിക്കാൻ ഉപ്പുവെള്ളം സഹായിക്കും. രാസവസ്തുക്കൾ അടങ്ങിയ ക്ലീനറുകളെ അപേക്ഷിച്ച് ഇത് സുരക്ഷിതവുമാണ്. 4. ഗ്രഹദോഷശാന്തി. ജ്യോതിഷപ്രകാരം ഉപ്പുചന്ദ്രന്റെയും ശുക്രന്റെയും പ്രതീകമായി കരുതപ്പെടുന്നു. ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ പ്രീതിക്കും അതുവഴി വീട്ടിൽ സമാധാനവും ഐശ്വര്യവും വരാനും കാരണമാകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ടിപ്സ് ഫോർ യുവർ വീഡിയോ. കല്ലുപ്പ് ഉപയോഗിക്കുക. സാധാരണ പൊടിയുപ്പിനേക്കാൾ ഗുണം കല്ലുപ്പിനാണ്. ദിവസങ്ങൾ. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഇത് ചെയ്യുന്നത് കൂടുതൽ ഫലം നൽകും. വിലക്കപ്പെട്ട ദിവസങ്ങൾ. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉപ്പുവെള്ളം ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നത് ഒഴിവാക്കണമെന്ന് ചില വാസ്തുഗ്രന്ഥങ്ങൾ പറയുന്നു. ഇത് ലക്ഷ്മീദേവിയുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. വിസർജനം. തുടച്ചതിനുശേഷം ബാക്കിയുള്ള വെള്ളം ആരും ചവിട്ടാത്ത ഭാഗത്തോ ഡ്രെയിനേജിലോ ഒഴിച്ചുകളയാൻ ശ്രദ്ധിക്കുക.